വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വേർഡ് ആയിരിക്കും FSA. ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൗണ്ട്. ഫ്ലെക്സിബിൾ സ്പെൻഡിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവേർഡ് ചെയ്യാത്ത കോസ്റ്റിന് നിങ്ങൾ പ്രീ ടാക്സ് ആയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പൈസ തന്നെയാണ്. നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ₹1 പോലും തരുന്നില്ല. പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രീ ടാക്സ് ആണ്. ന്യൂയോർക്കിലൊക്കെ ഒത്തിരി വലിയൊരു ശതമാനം ടാക്സ് ആണ് നമ്മുടെ ഇൻകമിൽ നിന്ന് പോകുന്നത്. അപ്പം നമുക്ക് ഓരോ പേ ചെക്കിൽ നിന്നും ഒരു കുറച്ച് എമൗണ്ട് നമ്മൾ ഈ പ്രീ ടാക്സ് FSAയിലോട്ട് മാറ്റി വെക്കുമ്പോഴത്തേനും പേറോൾ ചെയ്യുന്നവർ നിങ്ങളുടെ സാലറി ഇപ്പോൾ $10 ആണെങ്കിൽ $2 പ്രീ ടാക്സ് പോകണമെന്ന് പറഞ്ഞാൽ എവരി പേ ചെക്കിൽ നിന്ന് ഈ $2 എടുത്ത് ടാക്സ് ബാക്കിയുള്ള $8 മാത്രമേ അവർ ചാർജ് ചെയ്യുള്ളൂ. അതാണ് ഈ FSAയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 2025 നമുക്ക് മാക്സിമം എൻറോൾ ചെയ്യാൻ പറ്റുന്നത് FSA എമൗണ്ട് എന്ന് പറയുന്നത് 3,300 ആണ്. ഈവൻ ദോ നിങ്ങൾക്ക് 3,300 എൻറോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും 25 നിന്ന് 26 $660 മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും എൻറോൾ ചെയ്യുമ്പം നിങ്ങളുടെ ആവശ്യം എത്രയാണ് അത്രയും മാത്രം എൻറോൾ ചെയ്യുക. അല്ലെങ്കിൽ ഇൻ ദ സേഫസ്റ്റ് സൈഡ് സംതിങ് ബിലോ 660 കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഈവൻ ദോ ഇഫ് വി ആർ നോട്ട് യൂസിങ് ഇറ്റ് അത് നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ 3,300 മാക്സിമം എന്ന് പറഞ്ഞാൽ പോലും 3,300 മാക്സിമം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ 3,300 ചെയ്യണമെന്നില്ല. മിനിമം എൻറോൾമെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ $100 ആണ്. മാക്സിമം 3,300. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ FSAക്ക് ആമസോൺ തന്നെ പറയുന്ന പോലെ തന്നെ FSA സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഈ കാർഡ് യൂസ് ചെയ്ത്. അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോഡക്ട്സും പ്രീ ടാക്സ് ആണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോഡക്റ്റും മെഡിക്കേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഈ മണിയാണ് പ്രീ ടാക്സ്. അപ്പം വാട്ട്സ് ദ ബെനിഫിറ്റ് ഓഫ് ബീങ് FSA കാർഡ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇത് പ്രീ ടാക്സ് ആണ്. രണ്ട്, ദ മണി ഈസ് ഫ്രണ്ട് ലോഡഡ്. നമ്മളിപ്പം ഡിസംബറിൽ അല്ലെങ്കിൽ ഓപ്പൺ എൻറോൾമെന്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഓപ്പൺ എൻറോൾമെന്റ് അല്ലെങ്കിൽ ലൈഫ് ഈവൻറ്റ്സ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച്, ന്യൂ ഹയർ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് എൻറോൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ കാർഡ് കിട്ടുമ്പം നമ്മൾ എത്രയാണോ എൻറോൾമെന്റ് ഫോർ ദ ഇയർ പറഞ്ഞിരിക്കുന്നത് ആ പൈസ മൊത്തം നമുക്ക് ആ കാർഡിൻ്റെ അകത്ത് കാണും. ഇപ്പം ഞാൻ 3,300 എൻറോൾ ചെയ്യുവാന്ന് ഡിസംബറിൽ പറഞ്ഞാൽ ജാനുവരി കാർഡ് കിട്ടുമ്പോഴത്തേനും ആ കാർഡിൻ്റെ അകത്ത് ഓൾറെഡി $3,300 കാണും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ സർജറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി നമ്മളെ ടെർമിനേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യുവാണെങ്കിൽ ബേസിക്കലി അവർക്ക് ആ പൈസ തിരിച്ചു ചോദിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പൈസയല്ല അത്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് $660 നമുക്ക് ഇത് നെക്സ്റ്റ് ഇയറിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലുള്ളതെല്ലാം യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് ആണ്. പിന്നെ ആർക്ക് ഇത് യൂസ് ചെയ്യാം? ഇത് നമ്മൾ എങ്ങനെയാണോ ടാക്സ് ചെയ്യുന്നത്, നമ്മൾ മാരീഡ് ആയിട്ടാണ് ടാക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കും നമ്മുടെ സ്പൗസിനും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചിൽഡ്രൻ നമ്മുടെ മെഡിക്കൽ പ്ലാനിൽ വേണമെന്ന് പോലും ഇല്ല. ഇവൻ നമ്മുടെ കമ്പനിയുടെ മെഡിക്കൽ പ്ലാനിലല്ല, നമ്മുടെ ഹസ്ബൻഡിന്റെ മെഡിക്കൽ പ്ലാനിലാണ് നമ്മൾ. പക്ഷേ നമ്മൾ FSA നമ്മുടെ കമ്പനിയിലാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കമ്പനിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഹസ്ബൻഡിന് നമ്മുടെ കാർഡിന്റെ മെഡിക്കൽ FSA യൂസ് ചെയ്യാം. നോർമലി മെഡിക്കൽ FSAയുടെ കാർഡ് 2 എണ്ണമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ എത്ര മെമ്പർ ഉണ്ടോ അത്ര എണ്ണം വരും. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മെഡിക്കൽ FSA. ഇതിന് തന്നെ വേറെ ഒരു പാർട്ടുണ്ട്, ഡിപ്പെൻഡന്റ് കെയർ FSA. ഡിപ്പെൻഡന്റ് കെയർ FSA ഫ്രണ്ട് ലോഡ്, പ്രീ ടാക്സ് എന്നുള്ള ബെനിഫിറ്റ് മാത്രമേ ഡിപ്പെൻഡന്റ് കെയർ FSAക്ക് ഉള്ളൂ. ഇത് ഫ്രണ്ട് ലോഡ് അല്ല. പിന്നെ നമ്മൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ ഈച്ച് പേറോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ എമൗണ്ട് മാത്രമാണ് ആ FSA കാർഡിൻ്റെ അകത്ത് കയറുന്നത്. പിന്നെ നത്തിങ് വിൽ ഗോ ടു നെക്സ്റ്റ് ഇയർ. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് പോളിസിയാണ്. അപ്പം ഡിപ്പെൻഡന്റ് കെയർ FSA നമുക്ക് ശരിക്കും ഡിപ്പെൻഡന്റ് കെയർ FSA ബേസിക്കലി നമ്മൾ ഡേ കെയർ അല്ലെ ആഫ്റ്റർ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ഫീസ് അടയ്ക്കാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് കെയർ FSA യൂസ് ചെയ്യുന്നത്. രണ്ടും പ്രീ ടാക്സ് ആണ്. പക്ഷെ മെഡിക്കൽ FSA കുറച്ചുകൂടെയും ഫ്രണ്ട് ലോഡ് ആണ്. പിന്നെ $660 നെക്സ്റ്റ് ഇയറിലോട്ട് കൊണ്ടുപോകാം. അതിന് FSA സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോർ ഉണ്ട്. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ഈ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഒത്തിരി ഡെയിലി യൂസിനുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഓവർ ദ കൗണ്ടർ, ഓൾമോസ്റ്റ് എല്ലാ ഓവർ ദ കൗണ്ടർ മെഡിസിൻസും അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് അവർ ഡെലിവറി ചെയ്ത് തരും. അപ്പം സോ അതൊക്കെയാണ് മെഡിക്കൽ FSA. സോ നിങ്ങൾ എപ്പോഴും പലർക്കും അറിയത്തില്ല ഈ FSA എന്താണ്, അതിന്റെ യൂസ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കോപ്പേ ചോദിക്കുകയാണെങ്കിൽ ഈ കാർഡിൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് പേ ചെയ്യാം. ഇതുപോലെ നമുക്ക് പേ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള നമ്മൾ പോയപ്പോൾ നമ്മൾ ഈ കാർഡ് എടുക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് കാർഡ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തും നമുക്ക് പേ ചെയ്യാം. ഹോപ്പ് ദിസ് ഹെൽപ്പ്.